മുമ്പൊരു വീഡിയോയിൽ ചായ കുടിക്കുന്നതിൻ്റെ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആൻഡ് മെനി ഓഫ് യു കമൻറ്റഡ്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ, നമ്മൾ എണീറ്റ് ഉടനെ ചായ കുടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ആസിഡിറ്റി കൂടാനുള്ള ചാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിൽ ആസിഡിറ്റി കൂടാനുള്ള ചാൻസസ് ആർ ഓൾവേസ് ഹയർ. അതുപോലെ തന്നെ ഈ ചായക്കകത്ത് നമ്മൾ നല്ല രീതിയിൽ പഞ്ചസാര ചേർത്തിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ലോങ് ടേമിൽ ആക്ച്വലി ഡയബറ്റീസ് വരെ ഉണ്ടാവാനുള്ളൊരു ഹാബിറ്റാണ്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ടങ്കിൽ ഒരു കോട്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. ചായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ഇഷ്യൂ വിൽ ഹാപ്പൻ. ദാറ്റ് ഈസ് നമ്മുടെ ഫുഡിൻ്റെ അബ്സോർപ്ഷനും ഫുഡിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനും അവിടെ എഫക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഫുഡിലുള്ള മൈക്രോ ന്യൂട്രിയൻസ്, ഇപ്പം അയൺ, കാൽഷ്യം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ചായ കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. യു ക്യാൻ ഹാവ് ടീ മിഡ് മോർണിംഗ്, ദാറ്റ് ഈസ് നോട്ട് കമ്പൈൻഡ് വിത്ത് എനിത്തിങ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഡിന്നറിൻ്റെ കൂടെയോ ഒന്നും കമ്പൈൻ ചെയ്യാതിരിക്കുക. മിഡ് മോർണിംഗ് ഒക്കെ ചായ കുടിക്കുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. സോ നിങ്ങളുടെ കൂടെയുള്ള ആ ചായ ലവറിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ?